RJ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോൾ വലിയ വിവാദമായിരുന്നു. മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോണിൽ വിളിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്നായിരുന്നു അഞ്ജലി ചോദിച്ചത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് യുവതികൾക്കെതിരെ ഉയർന്നു വന്നത്. ഇതിനു പിന്നാലെ മാപ്പപേക്ഷയുമായി അഞ്ജലി സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ നെറ്റിസൻസിന്റെ കളി ഇനിയും അടങ്ങിയിട്ടില്ല. ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി. വീട്ടിലെ ദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ 9ാം ക്ലാസ് വരെ നിന്ന് പഠിച്ച ഒരു കുട്ടി. സ്കൂളിൽ ഫീസ് പോലും കൊടുക്കാൻ പറ്റാതെ ഇരുന്നവൾ. കോളേജിൽ പോയപ്പോൾ ആദ്യം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വലിച്ച തമാശകൾ പറയുന്നത് കേട്ട കുറെ സുഹൃത്തുക്കൾ ഉണ്ടായി. അങ്ങനെ ചളി പറഞ്ഞ് റേഡിയോ ജോക്കി ആകണമെന്ന ചിന്ത വരുന്നു. ഒടുവിൽ റെഡ് FM-ൽ ജോലി കിട്ടുന്നു. ഈ പെൺകുട്ടിയാണ് RJ അഞ്ജലി. എന്നാൽ ഈയിടെയുള്ള സ്റ്റൈൽ കണ്ടാൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണതുപോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. ജീവിതം എന്താണെന്ന് നന്നായി അറിഞ്ഞ അതേ അഞ്ജലി തന്നെയാണ് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയോട് മോശമായ രീതിയിൽ സ്വകാര്യ ഭാഗത്ത് മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ചത്. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നത്. ആ പ്രാങ്ക് പരിപാടി പ്ലാൻ ചെയ്തതും ഇതേ അഞ്ജലി തന്നെയാണ്. RJ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോളാണ് വലിയ വിവാദമായിരിക്കുന്നത്. ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് ആധാരം. സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം, എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. തന്റെ വിവാഹത്തിന് മെഹന്തി ഇടണം എന്ന് പറഞ്ഞാണ് ഈ വീഡിയോയിലെ സംഭാഷണം തുടങ്ങിയത്. ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് മെഹന്തി ആർട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ടാണ് നമ്പർ നൽകിയത് എന്നാണ് അഞ്ജലിയുടെ മറുപടി. വിവരം ചോദിച്ചപ്പോൾ വിവരം ചോദിക്കാൻ വിളിക്കുന്ന സാധാരണ കോൾ പോലെയാണ് സംസാരം പുരോഗമിക്കുന്നത്. കൈകളിൽ മെഹന്തി ഇടുന്നതിന്റെ റേറ്റ് ആണ് ആദ്യം ചോദിച്ചത്. പിന്നീട് കാലുകളിൽ മെഹന്തി ഇടുന്നതിന് എത്രയെന്നും അഞ്ജലി ചോദിക്കുന്നു. പെട്ടെന്നാണ് അമ്പരപ്പിക്കുന്ന ആവശ്യം നിരഞ്ജന പറഞ്ഞത്. ഭാവി വരനെ അമ്പരപ്പിക്കാൻ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ടു തരുമോ എന്നായിരുന്നു ചോദ്യം. ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുകയാണ് അഞ്ജലി ചെയ്തത്. ഇരുവരും ആലോചിച്ച് ഉറപ്പിച്ച് ആ സ്ത്രീയെ അപമാനിച്ചു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. അഞ്ജലിയേക്കാൾ തറയാണ് കൂടെയുള്ള പെൺകുട്ടി എന്നാണ് കമന്റുകളിൽ ഏറെയും. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയെ വിളിച്ച് ഇത്തരത്തിൽ അധിക്ഷേപിച്ചതും പോരാഞ്ഞ് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തു. എന്തിനു വേണ്ടി? ലൈക്കും ഷെയറും ഉണ്ടാക്കാൻ. അങ്ങനെ പണമുണ്ടാക്കാൻ എന്തിനാണ് മറ്റൊരാളുടെ തൊഴിലിനെ കളിയാക്കുന്നത്? വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിനെ വിമർശിച്ച് ആദ്യം വന്ന കമന്റുകൾക്ക് അഞ്ജലി നൽകിയ മറുപടികൾ കൂടുതൽ പ്രകോപനത്തിനിടയാക്കി. ഇതും പ്രതിഷേധത്തിന് കാരണമായതോടെ കമന്റ് ബോക്സ് തന്നെ പൂട്ടിക്കെട്ടുകയാണ് ചെയ്തത്. അതോടെ പേജ് അൺഫോളോ ചെയ്യാനുള്ള ആഹ്വാനവും ചിലർ നടത്തി. ഇതിനും നല്ല പ്രതികരണം തന്നെയാണ് ഉണ്ടായത്. ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് അഞ്ജലി ക്ഷമാപണവുമായി പ്രത്യക്ഷപ്പെട്ടത്. റേഡിയോ ജോക്കിയായ അഞ്ജലിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് സൈബർ ലോകത്തിന്റെ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നത്. അതേസമയം അഞ്ജലിയെ വിവാദ പ്രാങ്ക് കോളിന്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. സംഭവം വിവാദമായതിന് പിന്നാലെ RJ അഞ്ജലി ക്ഷമ ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് ഇനി പറയുന്നതിൽ അർത്ഥവുമില്ല. ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പബ്ലിഷ് ചെയ്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു രീതിയിലും അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത്. വിളിക്കുന്ന ആളുകളുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും ഒരിക്കലും വെളിപ്പെടുത്താറുമില്ല. ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനി മേലിൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ. അതൊക്കെ ശരി തന്നെ, മാപ്പ് പറയാനുള്ള മനസ്സൊക്കെ നല്ലത് തന്നെ, അതിനെയൊക്കെ മാനിക്കുന്നുമുണ്ട്. പക്ഷെ അഞ്ജലി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ആരെ വിളിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരാളെ പരസ്യമായി അപമാനിക്കാനും അവരെ പറ്റിച്ചു എന്ന രീതിയിൽ പൊട്ടിച്ചിരിക്കാനും നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് വീഡിയോ എടുത്ത് പല സ്ഥലത്തും പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ അവർക്ക് ഒട്ടേറെ പ്രതീക്ഷകളാണത്. നല്ലൊരു വർക്ക് കിട്ടുമോ എന്ന ആശയം ഉണ്ടാകും. അവരെയൊക്കെ വിളിച്ച് വിഡ്ഢികളാക്കുന്ന, അതും അങ്ങേയറ്റം മോശമായ രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളെയൊക്കെ ഒരാളും അംഗീകരിക്കില്ല. ഇത്തരം കോളുകളും ചെയ്ത് പാവങ്ങളുടെ തൊഴിലിനെയും അവരുടെ പ്രതീക്ഷകളെയും അഭിമാനത്തെയും കളിയാക്കി വീഡിയോ ഉണ്ടാക്കി അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് പണം ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ രണ്ടുപേരും അമേദ്യം തിന്നുന്നതാണ്. അവർ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ തിരിച്ച് ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു പോയത്. ഒരാളെ മാനസികമായി തകർക്കുന്ന പരിപാടിക്ക് പ്രാങ്ക് എന്ന പേര് ഒരിക്കലും ചേരില്ല. റേഡിയോ കേരളം 1476 കൂടി അഞ്ജലിയുടെ ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ ജോലി പോയെന്ന് പറഞ്ഞ കമന്റ് ഇടുന്നവരോട് വിശദീകരണവുമായി RJ അഞ്ജലി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്.
താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു എന്നാണ് യുവതി പറയുന്നത്. തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് എന്നും ആർജെ അഞ്ജലി വിശദീകരിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം. ഏതായാലും അഞ്ജലിയുടെ മാപ്പ് പറച്ചിലിൽ ഈ വിവാദം കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നെറ്റിസൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ഭർത്താവ് ഒരു ഡീപ് ക്ലീനിങ് സർവീസ് നടത്തുന്ന ആളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അയാളുടെ നമ്പറിൽ വിളിച്ച് ഇതുപോലൊരിടത്ത് ഡീപ് ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ, ചാർജ് എത്രയാകും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ പിന്നെ കേൾക്കാം തെറിയുടെ പൂരം. കാശുണ്ടാക്കാനും ഫേമസ് ആകാനും പല വഴികളുണ്ട്. അതൊന്നും തീർത്തും നിർദോഷികളായ മറ്റൊരു വ്യക്തിയെ അപമാനിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രം.